नमस्ते बच्चों, सब कैसे हैं? कुशल है ना? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു കവിതയായിരുന്നു പരിചയപ്പെട്ടതല്ലേ? കവിത ഓർമ്മയുണ്ടോ? കവിത കാ നാം ക്യാ ഥാ? ഹാ, മുർജായ ഫൂൽ. ഒരു വാടിയ പൂവിനെ കുറിച്ചുള്ള ഒരു കവിതയായിരുന്നു അല്ലേ? എല്ലാവർക്കും കവിത ഇഷ്ടപ്പെട്ടായിരുന്നോ? എല്ലാവരും കവിത ചൊല്ലാൻ പഠിച്ചോ? നമുക്ക് ആ കവിത ഒന്നുകൂടി കേട്ടാലോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കവിതയുമായി ബന്ധപ്പെട്ട് ടീച്ചർ ഒരു പ്രവർത്തനം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ചെയ്തോ അത്? എല്ലാവരും ചെയ്ത് അവരുടെ അധ്യാപകരെ കാണിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്കതിൻ്റെ ഒരു മാതൃക കണ്ടാലോ? ഹൃദയ ദുഃഖാന और ठंडी बूंदे टपकाना जैसे अन्य कौन कौन से प्रयोग कविता में है। हृदय दुखाना, पंखुड़ियां बिखराना, चोट पहुंचाना और शीतलता ला देना। അപ്പോൾ കുട്ടികളെ, എല്ലാവരും നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 54-ാമത്തെ പേജ് എടുക്കൂ. അവിടെ ഒരു ചിത്രമില്ലേ? देखिए, वहां आप लोग क्या क्या देखते हैं? അതിൽ ആരൊക്കെയാ ഉള്ളത്? हाँ, एक बूढ़ा आदमी है, एक लड़की है और हाँ, एक मुरझाया पौधा भी है ना? ആദ്യത്തെ ആ ഒരു ചിത്രത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ वो लड़की वो बूढ़े आदमी के पास आते हैं. दूसरे चित्र में क्या है? हाँ, दूसरे चित्र में वो लड़की बूढ़े आदमी को पानी देती है और तीसरे चित्र में वो बूढ़ा आदमी वो पानी वो मुरझाए पौधे को देता है और चौथे चित्र में वो बूढ़ा आदमी वो पानी पीता है. അതായത് ആദ്യത്തെ ചിത്രത്തിൽ എന്താ കാണുന്നേ? ആദ്യത്തെ ചിത്രത്തിൽ ആ പെൺകുട്ടി അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ ആ പെൺകുട്ടി അവളുടെ അടുത്തുണ്ടായിരുന്ന വെള്ളം അദ്ദേഹത്തിന് കൊടുക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിലോ അദ്ദേഹം ആ വെള്ളം ആ വാടിയ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നു. നാലാമത്തെ ചിത്രത്തിലോ അതിനുശേഷം അദ്ദേഹം ആ വെള്ളം കുടിക്കുന്നു അല്ലേ? ഈ ചിത്രം കണ്ടില്ലേ? ഈ ചിത്രത്തിൽ അവർ തമ്മിൽ മുത്തച്ഛനും
ആ പെൺകുട്ടിയും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടല്ലേ? ഒരു ഉദാഹരണം ദാ ടീച്ചർ കാണിച്ചു തരാം. കുട്ടികളെ, ആദ്യത്തെ ചിത്രത്തിൽ നോക്കൂ. ആ പെൺകുട്ടിയെയും ആ മുത്തച്ഛനെയും കാണാം. അപ്പോ ആ പെൺകുട്ടി അടുത്ത് വന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ദാദാജി ആപ് ക്യൂ യഹാ ബൈഠത്തെ ഹൈ? ഇത്തരത്തിൽ മറ്റ് ചിത്രങ്ങളിൽ എന്തെല്ലാം സംഭാഷണങ്ങൾ വരുമെന്ന് നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കില്ലേ? അപ്പോൾ കുട്ടികളെ, ഇതുവരെ നമ്മൾ പഠിച്ച ഒരു പത്രവാർത്ത, അതുപോലെ ഒരു കവിത, അതിലൊക്കെ എന്താ നമ്മൾ പഠിച്ചത്? മറ്റുള്ളവരോട് എങ്ങനെ സഹാനുഭൂതി പ്രകടമാക്കുമെന്ന് അല്ലേ? തീർച്ചയായും നമ്മുടെ സമൂഹത്തിലുള്ള പലരോടും നമുക്ക് ഇത്തരത്തിൽ സഹാനുഭൂതി കാണിക്കേണ്ടതുണ്ട്. ആരോടൊക്കെയാ പറയാമോ? अपने माता पिता से, अपने भाई बहन से और अपने सहजीवियों से. ആരോടൊക്കെയാ? അച്ഛനമ്മമാരോട്, സഹോദരങ്ങളോട്, മറ്റ് സഹജീവികളോട് അല്ലേ? കൂട്ടുകാരെ, അപ്പോൾ ഇത്തരത്തിൽ സഹാനുഭൂതി പ്രകടമാക്കുന്ന ഒരു കഥ കൂടി നമ്മൾക്ക് കേട്ടാലോ? കഥ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കഹാനി सबको पसंद है ना? अच्छा, तो अब हम एक कहानी पढ़ने जा रहे हैं. अच्छा, दो भाई थे. बड़े की शादी हो गई थी. उसके 2 बच्चे भी थे. छोटा कुंवारा था. दोनों भाई साझा खेती करते थे. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. इसके बाद दोनों ने आधा आधा गेहूं बांट लिया. अब गेहूं ढोकर घर ले जाना बचा था. रात हो गई थी, इसलिए काम अगले दिन ही होना था. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. दोनों को भूख भी लगी थी. उन्होंने बारी बारी से खाने का सोचा. बच्चों, ये चित्र देखो. यहाँ कितने आदमी हैं? 2. वो 2 भाइयों की कहानी हम अब पढ़ने जा रहे हैं. वो कहानी का नाम है 2 भाई, मतलब 2 സഹോദരന്മാർ. बच्चों, ये एक लोक कथा है. क्या है लोक कथा? लोक कथा, നാടോടി കഥ. 2 भाई, 2 സഹോദരന്മാർ. നമുക്ക് കഥ കേൾക്കാം. 2 भाई थे. बड़े की शादी हो गई थी. उसके 2 बच्चे भी थे. छोटा कुंवारा था. दोनों भाई साझा खेती करते थे. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. दोनों ने मिलकर फसल काटी और गेहूं तैयार किया. इसके बाद दोनों ने आधा आधा गेहूं बांट लिया. अब गेहूं ढोकर घर ले जाना बचा था. रात हो गई थी, इसलिए काम अगले दिन ही होना था. रात को दोनों को फसल की रखवाली के लिए खलिहान पर ही रुकना था. दोनों को भूख भी लगी थी. उन्होंने बारी बारी से खाने का सोचा. കഥയുടെ ആദ്യത്തെ ഭാഗം കേട്ടില്ലേ? ഇത് ആരുടെ കഥയാണ്? 2 സഹോദരന്മാരുടെ കഥ. അവരാരായിരുന്നു? അവർ കൃഷിക്കാരായിരുന്നു അല്ലേ? അവരെന്താ കൃഷി ചെയ്തിരുന്നത്? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അത് തന്നെ, ഗോതമ്പായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. ശരി, നമുക്ക് ഇനി അതിന്റെ ആശയം നോക്കാം.
ദോ ഭായി ഥേ, രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. ബഡേ കി ഷാദി ഹോ ഗയി ഥി, മൂത്തയാളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ഷാദി, വിവാഹം. ഉസ്കെ ദോ ബച്ചേ ഭി ഥേ, അദ്ദേഹത്തിന് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു. ഛോട്ടാ കുവാരാ ഥാ, ഇളയയാൾ. കുവാര, കുവാര കാ മത്ലബ് അവിവാഹിതൻ, കല്യാണം കഴിക്കാത്തയാൾ. ഇളയയാള് കല്യാണം കഴിക്കാത്ത ആളായിരുന്നു. ദോനോ ഭായി സാझा ഖേത്തി കർത്തേ ഥേ, രണ്ടുപേരും എന്താ ചെയ്തിരുന്നത്? സാझा ഖേത്തി. ഖേത്തി, ഖേത്തി എന്ന് പറഞ്ഞാൽ എന്താ? ഖേത്തി, കൃഷി. സാझा ഖേത്തി, കൂട്ടുകൃഷി. രണ്ടുപേരും ചേർന്ന് ഒരു കൂട്ടുകൃഷിയായിരുന്നു ചെയ്തിരുന്നത്. एक बार उनके खेत में गेहूं की फसल पककर तैयार हो गई थी. ഒരിക്കൽ അവരുടെ പാടത്ത് ഗോതമ്പൊക്കെ വിളഞ്ഞ് പാകമായി നിൽക്കുകയായിരുന്നു. ദോനോനെ മിൽക്കർ ഫസൽ കാട്ടി ഓർ ഗേഹൂം തയ്യാർ കിയ, രണ്ടുപേരും ചേർന്ന് ഗോതമ്പിന്റെ കറ്റയൊക്കെ തല്ലി. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? നമ്മൾ നെല്ലല്ലേ കൃഷി ചെയ്യാറ്, ഗോതമ്പല്ല. നെല്ലെങ്ങനെയാ നമ്മൾ ചെയ്യാറ്? കറ്റ തല്ലി അതിൽ നിന്നും നെല്ല് വേർതിരിച്ചെടുക്കും. അതേപോലെ ഇവരും ഗോതമ്പൊക്കെ വേർതിരിച്ചെടുത്തു വെച്ചു. ഇസ്കെ ബാദ് ദോനോനെ ആധാ ആധാ ഗേഹൂ ബാണ്ട് ലിയ. അങ്ങനെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും എന്ത് ചെയ്തു? പകുതി പകുതി അവരവരുടെ പങ്ക് പകുതി പകുതിയായിട്ട്, പകുതിക്ക് പറഞ്ഞ വാക്കേതാ? ആധാ, പകുതി. പകുതി പകുതിയായി അവരവരുടെ പങ്ക് ഭാഗിച്ചെടുത്തു. अब गेहूं ढोकर घर ले जाना बचा था. ഇനി എന്ത് ചെയ്യേ വേണ്ടു? അത് ചുമന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മാത്രം മതിയായിരുന്നു അവർക്ക്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. രാത് ഹോ ഗയി ഥി, അങ്ങനെ രാത്രിയായി. ജോലികളൊക്കെ ചെയ്ത് വന്നപ്പോൾ രാത്രിയായി. ഇസ്ലിയേ കാം അഗ്ലേ ദിൻ ഹി ഹോനാ ഥാ, അതുകൊണ്ട് അടുത്ത ജോലികളൊക്കെ അടുത്ത ദിവസത്തേക്കായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ദോനോ കോ ഫസൽ കി രഖ്വാലി കെ ലിയേ ഖലിഹാൻ പർ ഹി രുക്നാ ഥാ. രണ്ടുപേർക്കും എന്ത് ചെയ്യണമായിരുന്നു? വെച്ചിട്ടുള്ള വിളവ് എല്ലാം അവിടെ തന്നെ വെച്ചിട്ട് പോകാൻ കഴിയില്ലല്ലോ. അതിനെ സംരക്ഷിക്കാൻ, അല്ലെങ്കിൽ അതിന് കാവൽ നിൽക്കാനായിട്ട്, കാവൽ നിൽക്കാൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കേതാ? രഖ്വാലി, കാവൽ നിൽക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവർക്ക് അവിടെ തന്നെ നിൽക്കണമായിരുന്നു. ഖലിഹാൻ, കളപ്പുര, കളപ്പുരയിൽ തന്നെ നിൽക്കണമായിരുന്നു. ദോനോക്കോ ഭൂഖ് ഭി ലഗി ഥി, രണ്ടുപേർക്കും വിശക്കാനും തുടങ്ങി. ഭൂഖ്, വിശപ്പ്. ഉൻഹോനെ ബാരി ബാരി സേ ഖാനെ കാ സോച്ച, അവരെന്ത് ചെയ്തു? അവർ രണ്ടുപേരും മാറി മാറി ഭക്ഷണം കഴിച്ചു വരാമെന്ന് വിചാരിച്ചു. രണ്ടുപേർക്കും ഒന്നിച്ചു പോയി കഴിച്ചു വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ ബാരി എന്ന വാക്കിനർത്ഥം ഊഴം. അങ്ങനെ നമ്മുടെ ഈ കഥയുടെ ആദ്യത്തെ ഭാഗമാണ് ടീച്ചർ അപ്പോൾ വായിച്ചു തന്നത്. ബാക്കി കഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചു നോക്കൂ. കഥയുടെ ബാക്കി ഭാഗം ടീച്ചർ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. പക്ഷെ ഒരു കാര്യം മറക്കരുതേ, നമ്മൾ ഒരു ദാദാജിയെയും പെൺകുട്ടിയെയും പരിചയപ്പെട്ടില്ലേ? ആ ഭാഗത്തെ ഒരു പ്രവർത്തനം ടീച്ചർ തന്നിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാൻ. അത് തയ്യാറാക്കി വരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.